ആശാവർക്കർമാരുടെ സമരം 36-ാം നാൾ നടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് വിരോധവുമായി ആശാവർക്കർ സർക്കാർ ഇന്നലെ എസ്.കെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഓഫ് ദ ടോപ്പിക് ആണ്, നമ്മുടെ നേരിട്ടുള്ള വിഷയം ബന്ധമില്ല, അല്ലെങ്കിൽ കൂടി ആശാവർക്കേഴ്സിന്റെ ചോദ്യം എസ്.കെ. ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞത് അതിനകത്ത് ഇനി അത് സമരം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സർക്കാർ ചെയ്യാനുള്ള ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ആശാവർക്കേഴ്സിന് ഒരു ചെറിയ നിരാശ, ചെറുതല്ല വലിയ നിരാശ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വിരോധമൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സുജിത് സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട്. സുജിത്ത്, സെക്രട്ടറിയിലെ സമരപന്തലിന് മുന്നിലാണ് സുജിത് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം, 24 എസ്.കെനോടുള്ള പ്രതികരണം അടക്കം ആശാ വർക്കേഴ്സ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അവർ സമരം കൂടുതൽ കടുപ്പിക്കാൻ ആലോചന അവർക്കുണ്ടോ? സുജിത്ത്. ലക്ഷ്മി, എസ്.കെ.എൻ. വിജയകുമാർ, ഇപ്പോൾ ഇവിടെ ഇവരുടെ ഉപരോധ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവർ പ്രകടനമായി വിവിധ ഈ സെക്രട്ടേറിയറ്റിന്റെ വിവിധ വാതിലുകൾ ഉപരോധിക്കാനുള്ള ഗേറ്റുകൾ, പ്രധാന ഗേറ്റുകളിലേക്കൊക്കെ തന്നെ ഉപരോധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവരുള്ളത്. അവകാശങ്ങൾ നേടാതെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും മടക്കമില്ല സർക്കാരെ എന്നാണ് ഇവർ പറയുന്നത്. ഒരു കാരണവശാലും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഇവർ മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും ഈ സമരത്തിന്റെ മുഖം മാറി മറ്റൊരു മുഖമായി മാറിയിരിക്കുന്നു. ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഇവരുടെ ഉപരോധ സമരം നടക്കുക. ഫെബ്രുവരി 10 മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള രാപ്പകൽ സമരം ഫലം കാണാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഉപരോധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയും സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഉപരോധ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യം സമരത്തിന്റെ സംഘാടകർ തന്നെ പറയുകയാണ്. ഇന്ന് ഉപരോധ സമരമാണ്. ഇനിയും ഇതിലൊരു ഫലം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് സമരം വ്യാപിപ്പിക്കുക? ഏത് തലത്തിലേക്ക് മാറും? ഞങ്ങൾ ഇത്തിരി കഴിയുമ്പോൾ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കും. ഇവിടെ പ്രഖ്യാപിക്കും. അടുത്ത ഘട്ടത്തിന്റെ പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകും. ഇന്ന് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നവരെ ഇന്നത്തെ പരിശീലനം നമുക്കറിയാം. ഇന്ന് പരിശീലനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് NHM-ന്റെ. ആ പരിശീലനത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് NHM സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണല്ലോ, ഇതൊന്നും വിലപ്പോകത്തില്ല. ഇത് ഉറച്ച് തീരുമാനിച്ചൊന്നുമല്ല, കുത്തിയിളക്കിക്കൊണ്ട് വന്നതല്ല. അതുകൊണ്ട് പേടിയില്ല, ഒട്ടും പേടിയില്ല. സമരവുമായി മുന്നോട്ട് തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതെ, അത് തന്നെയാണ് ലക്ഷ്മി പറയുന്നത്. ഇവർ ഈ സമരത്തിൽ നിന്നും ഒരു പടി പോലും മുന്നോട്ടില്ല. സമരം വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവരുള്ളത്.